സംസ്ഥാന പാതയിൽ അഗസ്ത്യൻമൊഴി അങ്ങാടിയിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതിനായി മുക്കം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ.പി. ചാന്ദിനിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. അഗസ്ത്യൻമൊഴി സ്കൂളിൽ ചേർന്ന യോഗത്തിൽ നിരവധി പേർ പങ്കാളികളായി. പ്രശ്നപരിഹാരത്തിന് ക്രിയാത്മകമായ നിരവധി നിർദ്ദേശങ്ങളും നാട്ടുകാർ മുന്നോട്ട് വച്ചു. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയുടെ കവാടമായ അഗസ്ത്യമൊഴിയിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ജനകീയ കൂട്ടായ്മയ്ക്കാണ് രൂപം നൽകിയത്. മുക്കം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ.പി. ചാന്ദിനി വിളിച്ചു ചേർത്ത ജനപ്രതിനിധികൾ, പോലീസ് ഓഫീസർമാർ, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ, ബസ് ഓണേഴ്സ്, സന്നദ്ധ സംഘടനകൾ, നാട്ടുകാർ തുടങ്ങിയവരുടെ സംയുക്ത യോഗമാണ് 10 നിർദ്ദേശങ്ങളടങ്ങിയ ട്രാഫിക് പരിഷ്കരണ നടപടികൾക്ക് രൂപം നൽകിയത്. തിരുവമ്പാടി എം.എൽ.എ. ലിൻഡോ ജോസഫ് യോഗം ഉദ്ഘാടനം ചെയ്തു. മുക്കം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ.പി. ചാന്ദിനി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർമാരായ റൈനീഷ് നീലാംബരി, സുഹറ വഹാബ്, മുൻ നഗരസഭാ ചെയർമാൻ പി.ടി. ബാബു, പോലീസ് ഓഫീസർ മനോജ് കുമാർ, മുൻ കൗൺസിലർ ജോഷില സന്തോഷ്, ടി. പ്രകാശൻ, ഇ.കെ. അബ്ദുൽ സലാം, സുഭാഷ് മാടാരി, കെ.ടി. നളേശൻ, വിപിൻ തടപ്പറമ്പ്, മുക്കം പ്രഭാകരൻ, അഡ്വക്കേറ്റ് സുരേഷ് ബാബു, കെ.പി. രത്നൻ, ഏബിൾ അസീസ് തുടങ്ങിയവരും സംസാരിച്ചു. ബസ് സ്റ്റോപ്പുകളുടെ പുനഃക്രമീകരണം, പാർക്കിംഗ് നിരോധനം, യെല്ലോ ബോക്സ് വരയ്ക്കൽ, സന്നദ്ധ സേനാ രൂപീകരണം, ബദൽ റോഡ് നിർമ്മാണം തുടങ്ങിയ 10 തുടർ പ്രവർത്തനങ്ങൾക്ക് കമ്മിറ്റി രൂപം നൽകിയിട്ടുണ്ട്. ഡിവിഷൻ കൗൺസിലർ റൈനീഷ് നീലാംബരി ചെയർമാനായും സുഹറ വഹാബ് വൈസ് ചെയർമാനായും 15 അംഗ ട്രാഫിക് കമ്മിറ്റിയെയും യോഗം തെരഞ്ഞെടുത്തു. CTV പ്രാദേശിക വാർത്ത, മുക്കം.